നമസ്കാരം. ഇറാൻ അയച്ച നൂറുകണക്കിന് ബലിസ്റ്റിക് മിസൈലുകളുടെ തീമഴയിൽ തെൽ അവീവ് ഉൾപ്പെടെ മുഴുവൻ ഇസ്രായേൽ നഗരങ്ങളും അക്ഷരാർത്ഥത്തിൽ നടുങ്ങിയ രാവാണ് കടന്നുപോയത്. മുഴുവൻ ജനങ്ങളോടും ബങ്കറുകളിലേക്ക് മാറാനായിരുന്നു ഇതിനായി നിർദ്ദേശമായി നൽകിയത്. ബെൻ ഗൂരിയോൺ ഉൾപ്പെടെ എല്ലാ വിമാനത്താവളങ്ങളുടെയും പ്രവർത്തനം പോലും നിലച്ചിട്ടുണ്ട്. വ്യോമാതിർത്തി പൂർണ്ണമായും അടച്ചു. റെയിൽ ഗതാഗതവും നിർത്തി. ഇസ്രായേൽ ഏറ്റവും കടുത്ത സ്ഥിതിഗതികളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് വ്യക്തം. അക്ഷരാർത്ഥത്തിൽ ഇസ്രായേൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നടുങ്ങിയിരിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെ എല്ലാ മന്ത്രിമാരും മണിക്കൂറുകൾ ബങ്കറുകളുടെ സുരക്ഷയിൽ കഴിച്ചു കൂട്ടിയിട്ടുമുണ്ട്. ഇറാൻ തിരിച്ചടിക്കില്ല എന്ന കണക്കുകൂട്ടൽ തെറ്റിയതോടെ ഇനി എന്ത് എന്ന വിഭ്രാന്തിയിലാണ് നെതന്യാഹുവും സൈനിക നേതൃത്വവും. മിസൈലുകൾ പലതും ലക്ഷ്യം കണ്ടതായി ഇറാൻ അവകാശപ്പെടുകയാണ്. എന്നാൽ മിസൈൽ ആക്രമണം പരാജയമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും നെതന്യാഹുവും ആവർത്തിക്കുമ്പോഴും അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നാണ് ലോകം പരിശോധിക്കുന്നത്. ഇറാഖിലും ജോർദാനിലും US സെൻട്രൽ കമാൻഡ് ഇടപെടൽ മൂലം നിരവധി ഇറാൻ മിസൈലുകൾ പ്രതിരോധിച്ചതായി പെന്റഗൺ അറിയിച്ചിട്ടുണ്ട്. അതേസമയം സൈനിക കേന്ദ്രങ്ങളിൽ പതിച്ച മിസൈലുകൾ വ്യാപക നാശനഷ്ടവും ആളപായവും സൃഷ്ടിച്ചതായാണ് വിവിധ മാധ്യമങ്ങൾ പറയുന്നത്. ഇതിൽ എത്ര പേർ കൊല്ലപ്പെട്ടു, എത്ര പേർക്ക് പരിക്കേറ്റു എന്നതും ഇനിയും വ്യക്തമായിട്ടില്ല. ഇസ്രായേലും ഇതേക്കുറിച്ച് മൗനം പാലിക്കുകയാണ്. അവർക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടികൾ ഒന്നായി ഇത് മാറിയിട്ടുണ്ട് എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം കൂടിയായി ഈ ഒരു മൗനം. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ലയുടെയും ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെയും വധത്തിനുള്ള നിയമാനുസൃത തിരിച്ചടിയുടെ ആദ്യഘട്ടം മാത്രമാണിതെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രതികാരത്തിന് തുനിഞ്ഞാൽ ഇസ്രായേലിനെതിരെ ഏതറ്റം വരെ പോകാനും സജ്ജമാണെന്നാണ് ഇറാൻ പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇസ്രായേലിനെ ഏതെങ്കിലും രാജ്യം പിന്തുണച്ചാൽ മേഖലയിൽ അവരുടെ ആസ്ഥാനങ്ങൾക്കും താൽപ്പര്യങ്ങൾക്കും എതിരെ മാരക തിരിച്ചടി ഉറപ്പാണെന്നും ഇറാൻ സൈനിക മേധാവി താക്കീത് നൽകുന്നുമുണ്ട്. ഇത് പ്രത്യക്ഷത്തിൽ അമേരിക്കയെ തന്നെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്നത് ഉറപ്പാണ്. ഇറാൻ എന്തുകൊണ്ട് ഇത്തരത്തിൽ ആത്മവിശ്വാസം പങ്കിടുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ ഇറാൻ ഒറ്റയ്ക്കല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇറാനെ സപ്പോർട്ടായി റഷ്യ അടക്കമുള്ള ശക്തികളും ഉണ്ട് എന്നത് തന്നെയാണ് ഇസ്രായേലിനെയും അമേരിക്കയും ഒരുപോലെ പേടിപ്പിക്കുന്നത്. കാരണം റഷ്യ ഇറങ്ങിയാൽ ലോകത്തെ തന്നെ അത് മാറ്റിമറിക്കുന്ന യുദ്ധമായത് മാറും. കാരണം ആണവായുധ ശക്തിയിൽ റഷ്യയെ കടത്തിവെട്ടാൻ മറ്റു രാജ്യങ്ങൾക്കാകില്ല. ഏറ്റവും വലിയ ആണവായുധം തന്നെ അവരുടെ കയ്യിലുള്ളപ്പോൾ അത് പ്രയോഗിച്ചാൽ ഉണ്ടാകുന്ന സ്ഥിതിഗതികളെക്കുറിച്ച് എല്ലാ രാജ്യങ്ങൾക്കും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അവിടെ അമേരിക്കയ്ക്ക് പ്രതിരോധത്തിലപ്പുറം ഒന്നും ചെയ്യാൻ കഴിയില്ല. നേരിട്ടൊരു ആക്രമണം നടത്താനും സാധിക്കില്ല എന്നതാണ് ആ ഒരു സാഹചര്യത്തിലേക്കാണ് വരുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഇസ്രായേൽ ഒറ്റപ്പെടാൻ സാധ്യതയുണ്ട്. ഇസ്രായേൽ ഒറ്റപ്പെട്ടാൽ അത് ഇറാൻ ആക്രമണങ്ങൾ കൂടുതൽ ശക്തമാകും. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള യുദ്ധത്തിലേക്കായിരിക്കും കടക്കുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ബെയ്റൂത്തിലും വെസ്റ്റ് ബാങ്കിലും ഇറാനെ പിന്തുണച്ച പ്രകടനം നടന്നിട്ടുണ്ട്. തെഹ്റാനിൽ ആയിരങ്ങൾ തെരുവിലിറങ്ങി തിരിച്ചടി ആഘോഷമാക്കിയിട്ടുണ്ട്. അതേസമയം ഉചിത സമയത്തും സ്ഥലത്തും തിരിച്ചടി നൽകുമെന്നാണ് ഇസ്രായേൽ സൈനിക നേതൃത്വം ഇതിന് മറുപടിയായി നൽകിയിരിക്കുന്നത്. മേഖലാ യുദ്ധ സാധ്യത വർദ്ധിച്ചതോടെ ഇറാഖ്, ജോർദാൻ, ഇസ്രായേൽ, ലെബനൻ, ഇറാൻ എന്നീ രാജ്യങ്ങൾ വിമാന സർവീസുകൾ പലതും നിർത്തിവച്ചിട്ടുണ്ട്. തെഹ്റാൻ വിമാനത്താവളവും താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ സഹായവും നൽകുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. സംഘർഷം വ്യാപിച്ചതോടെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ അടിയന്തര UN രക്ഷാസമിതി യോഗവും കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു. എന്തായാലും ഇതിനിടെ ബെയ്റൂത്ത് ഉൾപ്പെടെയുള്ള ലെബനാനിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ കരസേന ഇതുവരെ ലെബനൻ അതിർത്തി കടന്നിട്ടില്ല എന്നും എത്തിയാൽ നേരിട്ടുള്ള പോരാട്ടത്തിന് ഒരുക്കമാണെന്നുമാണ് ഹിസ്ബുള്ള വീണ്ടും ആവർത്തിക്കുന്നത്. ഇസ്രായേൽ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നൂറുകണക്കിന് റോക്കറ്റുകളാണ് ഹിസ്ബുള്ള വർഷിച്ചത്. ഇതോടെ ലോകം മറ്റൊരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് തന്നെയാണ് സൂചന.